രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപദിയുടെ ക്ലാസ്സാണ്. 18ാമത്തെ അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. 18ാമത്തെ അധ്യായത്തിലെ 2 വന്ദന ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജീവിത കഥ, അതായത് രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ 218 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. പിന്നെ 217 എന്നാണ് തോന്നുന്നത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പുതിയത് തൊട്ട് കാണുക. സമയം കിട്ടുമ്പം പ്ലേലിസ്റ്റ് എടുത്ത് പഴയത് കാണുക. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപദിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാനുള്ളവർക്ക് ഇവിടെ ചേർന്ന് പഠിക്കാൻ ഞാൻ കൊല്ലത്തുള്ളതാണ്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നുമൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷപരം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ നക്ഷത്രം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999. നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് നിങ്ങൾ അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതേ കണക്ക് മീരാഭായിയെ കുറിച്ചുള്ളതുകൊണ്ട് അപ്പോൾ മീരാഭായിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കണം. പിന്നെ നമ്മൾ ജനറൽ എന്ന ഐറ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ് തുടങ്ങാം. അതുപോലെ പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയ രാധിക കവചം പാടിയിട്ടിട്ടുണ്ട്. രാധിക കവചം 2 ഉണ്ട്. ഇത് രണ്ടും ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം ചൊല്ലാൻ. അല്ലാതെ വെറും രാധാ സഹസ്രനാമം മാത്രം ചൊല്ലിയിട്ട് കാര്യമില്ല. നമ്മുടെ പിന്നെ കൃഷ്ണപ്രിയ പാടിയ രാധാ സഹസ്രനാമം, യഥാർത്ഥ രാധാ സഹസ്രനാമം ഉടൻ നിങ്ങൾക്ക് രാധേ രാധേ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. അതൊരു കാരണവശാലും നിങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നതാണ്. ഇന്ന് നമ്മുടെ അഷ്ടപതി 18-ാം അധ്യായമാണ്. 18-ാം അധ്യായത്തിലെ വന്ദന ശ്ലോകം പാടിത്തരുന്നത് അഞ്ജനാ കൃഷ്ണ. അഞ്ജനാ കൃഷ്ണയാണ് പാടിത്തരുന്നത്. അഞ്ജനാ കൃഷ്ണയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പും അഞ്ജന പാടിയിട്ടുണ്ട് ഇല്ലേ? അഞ്ജനയും അഞ്ജനയുടെ അമ്മയായിട്ടുള്ള രമ്യ കൃഷ്ണനും പാടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അഞ്ജന ഒരു കൊച്ചു മിടുക്കിയാണ്. 6-ാം ക്ലാസ്സിലാണ് അഞ്ജന പഠിക്കുന്നത്. അപ്പൊ അഞ്ജന മോള് ഭാഗ്യവതിയാണ്. ഈ ഞാൻ പോലും അഷ്ടപതിയൊക്കെ എന്നാ കൈകാര്യം ചെയ്തത്? മോള് ഈ 6 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അഷ്ടപതി പാടാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അഞ്ജന മോള് ഭാഗ്യവതിയാണെന്ന് മാത്രമല്ല, മോള് കഴിഞ്ഞ ജന്മം രാധാഭക്തയായിരുന്നു. അതുകൊണ്ട് ഈ ജന്മവും മോള് രാധാറാണിയെ ഭജിക്കണം. ഓം രാധായേ സ്വാഹ എന്ന മന്ത്രം മോള് ജപിക്കണം. അങ്ങനെ മോക്ക് നല്ല ഭാവി ഉണ്ടാകും. മഹാഭാഗ്യമാണ് 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഷ്ടപതി പാടുക എന്ന് പറയുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ മോള് പാടുന്നതും രമ്യ പാടുന്നതുമായ വീഡിയോ എനിക്ക് ഭയങ്കര തിരക്കാണ്. അപ്പം സമയമില്ലാത്തത് കൊണ്ട് ഇതെനിക്ക് നിർമ്മിച്ചു തന്നത് കണ്ണൂരുള്ള അശ്വനയാണ്. അപ്പോൾ ഈ വീഡിയോ നിർമ്മിച്ച അശ്വനയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സമയമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ അശ്വന പറഞ്ഞു, അശ്വന നിർമ്മിക്കാൻ ഒരു വീഡിയോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും മുന്നോട്ട് വരുന്നുണ്ട്. ഓരോ വട്ടവും ഓരോരുത്തർ വീഡിയോ ക്രിയേറ്റ് ചെയ്യട്ടെ. അതൊരു പുണ്യമായി കരുതുന്ന ആൾക്കാരാണ് എല്ലാവരും. അതുപോലെ നിങ്ങളിൽ ആർക്കും അതിന് താല്പര്യമുണ്ടെങ്കിലും മുന്നോട്ട് വരാം. നിങ്ങൾക്ക് ആ വീഡിയോ നിർമ്മിക്കാം. അങ്ങനെ അഷ്ടപതി ഏതാണ് രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും ഒക്കെ പിന്നെ അഷ്ടപതി പാടുന്നത് അത് നിർമ്മിക്കുക ഒരു ഭാഗ്യമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അഷ്ടപതി ശ്ലോകം പാടുന്നത് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജന്മജന്മാന്തരങ്ങളായി രാധാഭക്തിയിൽ മുഴുകിയിരുന്ന സാക്ഷാൽ അഞ്ജന എന്ന കൊച്ചുമിടുക്കി. കേട്ടോളൂ. स्निग्धेयत्परशासि यत्प्रणमति स्तब्धासि यद्रागिणी द्वेषस्थासि यदुन्मुखे विमुखतां प्राप्तासि तस्मिन् प्रिये तद्युक्तं विपरीतकारिणि तव श्रीकण्ठचर्चा विषम् शीतांशुस्तपनो हिमं हुतवः क्रीडामुदो यातना. നമ്മുടെ അഷ്ടപതി 100-ാമത്തെ എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അഷ്ടപതി ക്ലാസ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ അഷ്ടപതിയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അഷ്ടപതിയെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണും. അതും കൂടെ കേട്ടിട്ട് ക്ലാസ് തുടങ്ങാം. ജയ് ശ്രീ രാധേ രാധേ. നമ്മുടെ ദിലീപ് സാറിൻ്റെ രാധേ രാധേ ചാനലിൽ അവതരിപ്പിക്കുന്ന അഷ്ടപതി 100-ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഈ അവസരത്തിൽ ഞാൻ ഓർത്തെടുക്കുകയാണ് എപ്പോൾ മുതലാണ് ഞാൻ അഷ്ടപതിയെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് എന്ന്.
അഷ്ടപതി ഞാൻ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ മകന് 6-7 വയസ്സുള്ള സമയത്ത് അവൻ്റെ മ്യൂസിക് ടീച്ചർ ചന്ദന ചർച്ചിത എന്ന് തുടങ്ങുന്ന 4-ാമത്തെ അഷ്ടപതി അവനെ പഠിപ്പിക്കുമ്പോഴാണ്. അന്നേ അഷ്ടപതി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അതിനുശേഷം ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ എന്ന ലളിതഗാനം കേട്ടപ്പോഴാണ് ആരാണ് ജയദേവ കവി എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. അന്നൊന്നും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളൊന്നും സജീവമല്ലാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല. ഒടുവിൽ ദിലീപ് സാറിനെ പരിചയപ്പെട്ടപ്പോൾ ആണ് അദ്ദേഹത്തിൽ കൂടിയാണ് അഷ്ടപതിയെക്കുറിച്ചും ജയദേവ കവിയെക്കുറിച്ചും അദ്ദേഹം രചിച്ച 24 അഷ്ടപതികളെക്കുറിച്ചുമൊക്കെ അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് ഭഗവാനും രാധാറാണിയമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പ്രണയഭക്തിയെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ അറിയാൻ സാധിച്ചത്. യൂട്യൂബിൽ ഒരുപാട് പേരുടെ അഷ്ടപതി ക്ലാസ് കേട്ടിരുന്നെങ്കിലും സാറ് പഠിപ്പിക്കുന്നത് പോലെ വേറെ ആരും പഠിപ്പിക്കുന്നില്ല. ഓരോ വാക്കുകളുടെ അർത്ഥവും ഓരോ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആന്തരാർത്ഥങ്ങളും ഒക്കെ സാറ് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ജയദേവ കവി എന്താണോ ഗീതാഗോവിന്ദത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അതേ അർത്ഥത്തിലും വ്യാപ്തിയിലും ഉൾക്കൊണ്ട് ഞങ്ങളിലേക്ക് എത്തിക്കുവാൻ ദിലീപ് സാറിന് കഴിഞ്ഞു. ഏതോ ജന്മപുണ്യം കൊണ്ട് സാറിൻ്റെ 1-ാമത്തെ എപ്പിസോഡിൽ ആദ്യത്തെ വന്ദന ശ്ലോകം പാടുവാനുള്ള ഭാഗ്യം എൻ്റെ മകന് ലഭിച്ചു. അതുപോലെ പാടാൻ അറിയില്ലെങ്കിലും രാധാറാണി അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും കൂടി സാറിൻ്റെ അഷ്ടപതി ക്ലാസ്സിൽ പാടാൻ അവസരം ലഭിച്ചു. അതുപോലെ ഒരു നിയോഗം പോലെ എന്നിലേക്ക് എത്തിയതാണ് സാറിൻ്റെ ചാനലിന് വേണ്ടി വീഡിയോകൾ നിർമ്മിക്കാനും അഷ്ടപതിയുടെ ശ്ലോകങ്ങൾ എഴുതി ഓരോരുത്തരും പാടി അയക്കുന്ന ശ്ലോകങ്ങൾ എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചു. അതിന് രാധാറാണി അമ്മയോടും ഭഗവാനോടും ഒപ്പം ദിലീപ് സാറിനോടും കടപ്പെട്ടിരിക്കുന്നു. സാറും സാറിൻ്റെ രാധേ രാധേ ചാനലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തുവാനും സാറിന് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാനും രാധാറാണി അമ്മയും ഭഗവാനും അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ. അപ്പോൾ അഞ്ജന എന്ന കൊച്ചു മിടുക്കി ഇത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി കേട്ടെ. സ്നിഗ്ധേയത് പരുഷാസിയത് പ്രണമതി സ്തബ്ധാസിയത് രാഗിണി ദേശസ്ത്വാസി യദുന്മുഖേ വിമുഖതാം പ്രാപ്താനി തസ്മിൻ പ്രിയേ തദ്യുക്തം വിപരീതകാരിണീ തവ ശ്രീഖണ്ഡ ചർച്ചാവിഷം ശീതാംശുസ്തവനോ ഹിമം ഹുതവഹ ക്രീഡാമുദോ യാതന. അപ്പോൾ എഴുതിക്കോ, നിങ്ങൾ അർത്ഥങ്ങൾ എഴുതിക്കോളൂ. സ്നിഗ്ധം സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ, സ്നിഗ്ധോ അർത്ഥം സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ. യത് പരുഷാസി അർത്ഥം എഴുതിക്കോ. യത് പരുഷാസി അർത്ഥം നീ കോപിച്ചിരിക്കുന്നു. അപ്പൊ സ്നിഗ്ധേ യത് പരുഷാസി കൃഷ്ണൻ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ നീ കോപിച്ചിരിക്കുന്നു. പ്രണമിതി അർത്ഥം എഴുത് നമസ്കരിക്കുമ്പോൾ. പ്രണമിതി നമസ്കരിക്കുമ്പോൾ. സ്തബ്ദാസി എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു നിൽക്കുന്നു എന്നർത്ഥം പറയാം. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഒട്ടും വഴങ്ങാതെ നിൽക്കുന്നു. ഒട്ടും വഴങ്ങാതെ അങ്ങനെ നിൽക്കുന്നു എന്നാണ് അർത്ഥം. അഭിമാനിയായി നിൽക്കുന്നു. അപ്പം നിങ്ങൾ ഒട്ടും വഴങ്ങാതെ നിൽക്കുന്നു, അതിൻ്റെ കൂടെ സ്തംഭിച്ചു നിൽക്കുന്നു. യത് രാഗിണി അർത്ഥം വികാര അധീനനാകുമ്പോൾ. യത് രാഗിണി അർത്ഥം വികാര അധീനനാകുമ്പോൾ അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ. രണ്ടർത്ഥവും പറയാം. ദ്വേഷസ്താസി എന്ന് പറഞ്ഞാൽ കോപിച്ചിരിക്കുന്നു. ദേശസ്താസി കോപിച്ചിരിക്കുന്നു. യദുന്മുഖേ അർത്ഥം നിന്നെ തന്നെ നോക്കുമ്പോൾ. യദുന്മുഖേ എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്നെ തന്നെ നോക്കുമ്പോൾ. വിമുഖതാം പ്രാപ്താസി എന്ന് പറഞ്ഞാൽ മുഖം തിരിക്കുന്നു. തദ്യുക്തം യോജിച്ച. ശ്രീകണ്ഠം അർത്ഥം ചന്ദനം. ശ്രീകണ്ഠം ചന്ദനം. ചർച്ച പൂശുക, ചന്ദനം പൂശുക. ശീതാംശു ചന്ദ്രൻ. തപനോ സൂര്യൻ. ഹിമം മഞ്ഞ്. ഹുതവഹ അഗ്നി.
ക്രീഡ അർത്ഥം കേളികൾ എന്ന് വെച്ചാൽ ലീലകൾ. ക്രീഡ കേളികളെല്ലാം. യാതന യാതന എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ. യാതന അർത്ഥം കഷ്ടപ്പാടുകൾ. ഇനി ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കേ. തോഴി പറയുകയാണ്, നിന്റെ പ്രിയതമനായ ശ്രീകൃഷ്ണൻ വളരെ പ്രണയഭരിതനായിരിക്കുമ്പോൾ രാധയെ നീ വളരെ പരുഷമായിട്ടിരുന്ന് മയമില്ലാതെ പെരുമാറുന്നു. മനസ്സിലായല്ലേ? അതായത് നിന്റെ പ്രിയതമനായ ശ്രീകൃഷ്ണൻ വളരെ പ്രണയഭരിതനായിരിക്കുമ്പോൾ നീ വളരെ പരുഷമായി ഒട്ടും മയമില്ലാതെ പെരുമാറുന്നു. കൃഷ്ണൻ നിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുമ്പോൾ നീ ഒട്ടും വഴങ്ങാതെ അങ്ങനെ അഭിമാനിയായി നിൽക്കുന്നു. കൃഷ്ണൻ അനുരാഗിയായിരിക്കുമ്പോൾ നീ കോപിച്ചിരിക്കുന്നു. കൃഷ്ണൻ നിന്നെ നോക്കുമ്പോൾ നീ ആകട്ടെ മുഖം തിരിച്ചു വയ്ക്കുന്നു. അതുകൊണ്ട് രാധയെ ചന്ദനം തേച്ചാൽ നിനക്കത് വിഷമായിട്ട് തോന്നും. ചന്ദ്രൻ്റെ കിരണങ്ങളേക്കുമ്പോൾ നിനക്കത് സൂര്യരശ്മി പോലെ ചുട്ടുകൊള്ളുന്നതായി തോന്നും. മഞ്ഞിൻ കട്ടകൾ നിനക്ക് തീക്കട്ടയായി തോന്നും. സന്തോഷത്തോടു കൂടിയുള്ള ലീലകൾ വലിയ കഷ്ടപ്പാടുകളായി നിനക്ക് തോന്നും. അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം നീ വിപരീതശീലയാണ്. നീ എല്ലാം തലതിരിച്ച് കാണുന്നത് കൊണ്ട് നിനക്കുമെല്ലാം തലതിരിച്ചാണ് വരുന്നത്. അതായത് സഖി എത്ര കണ്ട് ഉപദേശിച്ചിട്ടും രാധാജി പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കൃഷ്ണന്റെ അടുക്കൽ പോകണം, കൃഷ്ണൻ വള്ളിക്കുടിലുണ്ട്, നീ ചെന്ന് കൃഷ്ണനോടൊപ്പം രതി ലീലകളാടണം എന്നൊക്കെ പറഞ്ഞിട്ടും അനുകൂലമായ ഒരു മറുപടി കൊടുക്കാൻ രാധാറാണി തയ്യാറായില്ല. ഇത് കേട്ടിട്ട് സഖി പറയുകയാണ്, രാധേ നിനക്ക് എന്ത് പറ്റി രാധേ? ഞാൻ എത്ര നേരമായി നിന്നോടിരുന്നു ഉപദേശിക്കുന്നു. നോക്കൂ രാധേ, നിന്റെ ഈ സ്വഭാവം ശരിയല്ല രാധേ. നീ ഇപ്പൊ തലതിരിഞ്ഞ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്താ രാധേ അത്? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നീ ഇപ്പൊ എല്ലാം വിപരീത അർത്ഥത്തിലാണല്ലോ രാധ എടുക്കുന്നത്. അത് ശരിയല്ല രാധേ. നീ എന്തും ഇപ്പം വിപരീത അർത്ഥത്തിലാണ് എടുക്കുന്നത്. പണ്ട് കൃഷ്ണൻ എന്തൊക്കെ കാണിച്ചാലും അതൊക്കെ നീ സ്നേഹത്തോടെ ചിരിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളായിരുന്നു. നോക്കൂ, എനിക്കറിയാം നിന്റെ ഹൃദയം കൃഷ്ണന് വേണ്ടി തുടിക്കുകയാണ്. അല്ലേ രാധേ? അല്ലെന്ന് നിനക്ക് പറയാമോ രാധേ? നിന്റെ ഹൃദയം ഉണ്ടല്ലോ കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ തുടിക്കുകയാണ്. കൃഷ്ണനെ കാണാത്തത് കൊണ്ട് നീ വേദനിക്കുകയാണ്. കൃഷ്ണൻ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നീ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ കൃഷ്ണൻ വന്നപ്പോഴോ നീ ഇതെല്ലാം മാറ്റിവെച്ച് കൃഷ്ണനോട് അല്പം പോലും എന്ത് ചെയ്യുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല. എന്നതോ പോകട്ടെ, വളരെ പരുഷമായ വാക്കുകൾ നീ കൃഷ്ണന്റെ അടുത്ത് ഉപയോഗിക്കുന്നു. ഇത് വിചിത്രം തന്നെ. എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണനെ കാണാൻ കഴിയാതെ ഇങ്ങനെ വിഷമിക്കുന്നു. കൃഷ്ണനെ കാണാൻ നിന്റെ ഹൃദയം തുടിക്കുന്നു. കൃഷ്ണൻ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ കൃഷ്ണൻ വരുമ്പോൾ നീ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം നീ കൃഷ്ണനോട് ഒട്ടും മയമില്ലാതെ വളരെ പരുഷമായിട്ട് ഒരല്പം പോലും സ്നേഹം കാണിക്കാതെ പ്രണയമില്ലാതെ നീ സംസാരിക്കുന്നു. ഇത് ശരിയല്ല. നിന്റെ മനസ്സിലൊന്ന് പുറത്ത് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ വിപരീതം. അങ്ങനെ നീ ഒരു വിപരീത ശീലയായി മാറുന്നു. നോക്കൂ രാധേ, സകല ആൾക്കാരും കൃഷ്ണന്റെ പാദങ്ങളിലാണ് നമസ്കരിക്കുന്നത്. പക്ഷേ ആ കൃഷ്ണൻ, ഈ സകല ജനങ്ങളും കൃഷ്ണന്റെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ ആ കൃഷ്ണൻ രാധയെ നിന്റെ പാദത്തിൽ വന്ന് നമസ്കരിച്ചു. ആലോചിച്ചു നോക്കേ, നീ ഒന്ന് ആലോചിച്ചു നോക്കേ രാധേ. ഈ 7-14 ലോകവും കൃഷ്ണന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. ആ കൃഷ്ണനാകട്ടെ നിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചപ്പോൾ നീ ഒട്ടും കൃഷ്ണനെ ശ്രദ്ധിക്കാതെ വലിയ ഗമയില് അഭിമാനിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര നേരം ആ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കൃഷ്ണൻ കിടന്നു. രാധ, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ഞാൻ പറയാനുള്ളത് പറയും രാധേ. നിന്റെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നീ നോക്കൂ രാധേ,
സകല ഗുണങ്ങളുടെയും ഇരിപ്പടമാണ് ഈ കൃഷ്ണൻ. അവൻ നിന്നെ ഭ്രാന്തമായിട്ടാണ് സ്നേഹിക്കുന്നത്. എന്ത് ഭ്രാന്തമായിട്ടാണ് കൃഷ്ണൻ നിന്നെ സ്നേഹിക്കുന്നത്? പക്ഷെ രാധേ, നീ ഇപ്പോഴും അവനെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. ഒരു പുരുഷൻ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ടും നീ മാപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവന് ഹൃദയത്തിൽ തട്ടിയ സ്നേഹം നിന്നോടുണ്ട്. നോക്കൂ, അങ്ങേയറ്റം പ്രണയത്തോടെ, അങ്ങേയറ്റം സ്നേഹത്തോടെ അവൻ നിന്നെ നോക്കും. അവൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിന്റെ മനോഹരമായ മുഖത്തേക്ക് കൃഷ്ണൻ നോക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ അത്യധികം സ്നേഹത്തോടെ, അത്യധികം പ്രണയത്തോടെ, ഭയങ്കരമായ പ്രതീക്ഷയോടെ നിന്റെ മുഖത്തേക്ക് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ ഇതാണ്, അവൻ്റെ നോട്ടം വരുമ്പോൾ നീ അലിയുകയും നീ അവൻ്റെ മാറിലേക്ക് ചായുകയും ചെയ്യും. പക്ഷേ രാധേ, അവൻ നിന്നെ പ്രണയത്തോടെ വീക്ഷിക്കുമ്പോൾ നീ എന്താ ചെയ്യുന്നത്? നിന്റെ മുഖം തിരിച്ചു കളയും. ഇത് ശരിയാണോ? ഒരാൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖം തിരിച്ചു കളയുക എന്ന് പറയുന്നത് ശരിയാണോ? എന്നിട്ടും കൃഷ്ണൻ നിന്നെ വിട്ടുപോയില്ല. ഒരു പുരുഷൻ വന്ന് കാൽക്കൽ വീണിട്ടും നീ അവനെ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞ സാധാരണ ഒരു പുരുഷൻ അപ്പം തിരിച്ചു പോകേണ്ടതാ. പക്ഷേ കൃഷ്ണൻ പോയോ? അവൻ സ്നേഹത്തിൽ നിന്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ടും നീ മൈൻഡ് ചെയ്യുന്നില്ല. നോക്കൂ രാധേ, ഇതൊരു സുവർണ അവസരമാണ് നിനക്ക് കിട്ടിയത്. ഇത് നീ പാഴാക്കരുത്. ഞാൻ പറയുന്നു, നിന്റെ ബുദ്ധി തലതിരിഞ്ഞു പോയി. നീ എല്ലാം തലതിരിച്ച് ചിന്തിച്ചു പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിനക്കിപ്പോൾ ചന്ദനം തേച്ചാൽ അത് വിഷം പോലെ തോന്നും. ഇവിടെ തോഴി ഉദ്ദേശിക്കുന്നത് ചന്ദനം എന്ന് പറയുന്നത് പ്രണയമാണ്. പക്ഷേ കൃഷ്ണനോടുള്ള വിരോധം ഇരിക്കുന്നത് കൊണ്ട് കൃഷ്ണൻ പ്രണയമെന്ന ചന്ദനവുമായി ചെല്ലുമ്പോൾ എന്തു ചെയ്യുന്നു? രാധാറാണിക്കത് വിഷം പോലെയാണ് തോന്നുന്നത്. നമുക്കിഷ്ടമില്ലാത്ത ആൾ എന്ത് ചെയ്താലും കുഴപ്പം. നമ്മൾ പറയത്തില്ലേ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. അതുപോലെ ചന്ദ്രന്റെ രശ്മികൾ എന്തോരു തണുത്തതാണ്. പക്ഷെ നിനക്കിപ്പോൾ എല്ലാം വിപരീതമാണല്ലോ. കൃഷ്ണൻ പ്രണയം കാണിക്കുമ്പം നീ വിരോധം കാണിക്കും. കൃഷ്ണൻ നമസ്കരിക്കുമ്പം നീ ഗമ കാണിക്കും. കൃഷ്ണൻ മുഖത്തോട്ട് നോക്കിയാൽ നീ മുഖം തിരിക്കും. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം ചന്ദനം കിട്ടിയാൽ നിനക്ക് വിഷമായിട്ട് തോന്നും. തോന്നിയില്ലേ അത്ഭുതമുള്ളൂ. ചന്ദ്രന്റെ തണുത്ത കിരണങ്ങൾ തട്ടുമ്പം നിനക്കതും വിപരീതമായിട്ട് തോന്നി. സൂര്യന്റെ ചൂട് പോലെ, സൂര്യരശ്മികൾ നേരിട്ട് പതിച്ച് ശരീരം പൊള്ളുന്നത് പോലെ, ചുട്ടുപഴുത്തതുപോലെ നീ വെപ്രാളപ്പെടുന്നു. മഞ്ഞിൻ കട്ടയ്ക്ക് എന്ത് തണുപ്പാണ്. പക്ഷെ നിനക്കിപ്പോൾ രാധെ എല്ലാം തലതിരിവല്ലേ. നിനക്കിപ്പം മഞ്ഞിൻ കട്ടയിൽ തൊട്ടാൽ തീക്കട്ട പോലെ തോന്നി നിന്റെ കൈ പൊള്ളിപ്പോകും ചിലപ്പോൾ. എല്ലാം വിപരീതമാണ്. കൃഷ്ണൻ അതിഭയങ്കരമായ സ്നേഹം കാണിക്കുമ്പോൾ ലോകത്തേതൊരു പെണ്ണും കോരിത്തരിക്കേണ്ടതാണ്. പക്ഷേ രാധേ, നിന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹപ്രകടനം പോലും നിനക്ക് ഭയങ്കര ദുസ്സഹമായിട്ട് എന്ത് ചെയ്യും? തോന്നും. കാരണം എന്തുകൊണ്ട്? നീ ഇപ്പോൾ ശുഭാപ്തി വിശ്വാസിയല്ല, അശുഭാപ്തി വിശ്വാസിയാണ്. അവൻ എത്ര സ്നേഹത്തോടെ വന്നിട്ടും നീ സംശയത്തോടാണ് നോക്കുന്നത്. നമുക്ക് നമ്മുടെ ഭാഷയിൽ കുമാരനാശാന്റെ ഒരു കവിതയുണ്ട്, കനിവാർന്ന് പിടിച്ചണയ്ക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ. നമ്മൾ സ്നേഹം കൊണ്ട് അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ഉപദ്രവിക്കാനാണെന്ന് പറഞ്ഞ് പിടയും. അതുപോലെ ഇവിടെ കൃഷ്ണൻ വന്ന് എത്ര സ്നേഹം കാണിച്ചിട്ടും എന്തു ചെയ്യുന്നു? രാധയെ, നീ കൃഷ്ണനെ അംഗീകരിക്കുന്നില്ല. ഇത് ശരിയല്ല. അപ്പൊ എണ്ണി സഖി പറയുകയാണ്, നോക്കൂ, നിന്റെ ഹൃദയം കൃഷ്ണനെ കാണാൻ തുടിക്കുന്നു. പക്ഷേ കൃഷ്ണൻ വന്നു നിൽക്കുമ്പോഴോ നീ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, നേരെ വിപരീതം ചെയ്യുന്നു. കൃഷ്ണൻ നിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. അപ്പൊ ആരും അരിഞ്ഞു പോകും. പക്ഷേ നീ അല്പം പോലും കൃഷ്ണനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നിൽക്കുന്നു. കൃഷ്ണൻ നിന്നെ ഭ്രാന്ത് പിടിച്ച കണക്ക് സ്നേഹിക്കുമ്പം നീ ശത്രുവിനെ പോലെ പെരുമാറുന്നു. വിപരീതം. അതേ കണക്ക് തന്നെ കൃഷ്ണൻ സ്നേഹത്തോടെ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ തിരിച്ചു പ്രണയത്തോടെ നോക്കാതെ നീ മുഖം തിരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് എന്തു പറ്റി? ചന്ദനം തേച്ചാൽ നിനക്ക് തണുപ്പല്ല, വിഷമാണെന്ന് തോന്നും. ചന്ദ്രന്റെ രശ്മി തട്ടിയാൽ നിനക്ക് സൂര്യന്റെ രശ്മിയാണെന്ന് തോന്നും. മഞ്ഞിൻ കട്ട കയ്യിൽ തൊട്ടാൽ നിനക്ക് തീക്കട്ടയാണെന്ന് തോന്നും.
പ്രണയലീലകൾ കണ്ടാൽ നിനക്ക് ഭയങ്കര ദുസ്സഹമായിട്ട് തോന്നും. അതുകൊണ്ട് രാധയെ കൃഷ്ണൻ എത്രമാത്രം താഴ്ന്നു തന്നു. ഇനി നീ നിന്റെ അഭിമാനം വെടിഞ്ഞ് കൃഷ്ണനെ സ്വീകരിക്കണമെന്ന് തോഴി ഉപദേശിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം പാടിത്തരുന്നത് നമ്മുടെ അഞ്ജന കൃഷ്ണൻ എന്ന കൊച്ചുമിടുക്കിയുടെ അമ്മയായ രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ നമുക്ക് ഇതിനു മുമ്പും നമുക്ക് പാടി തന്നിട്ടുണ്ട്. അങ്ങനെ അമ്മയും മകളും ഒന്നിച്ച് അഷ്ടപതി അവതരിപ്പിക്കുന്ന അപൂർവ സുന്ദരമായ അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമ്മുടെ രമ്യ കൃഷ്ണൻ ഹൃദയത്തിൽ തട്ടി ഇത് പാടുന്നത് കേട്ടുകൊള്ളൂ. സാന്ദ്രാനന്ദ പുരന്ദരാദിവിശത് വൃന്ദൈരമന്ദാദരാദാനമ്രയം മകുടേന്ദ്രനീലമണിഭീ സന്ദർശിതേന്ദിന്ദിരം സ്വച്ഛന്ദം മകരന്ദസുന്ദരദളൻ മന്ദാകിനീമേതുരം ശ്രീ ഗോവിന്ദപദാരവിന്ദമശുഭ സ്കന്ദായ വന്ദാമഹേ. അപ്പോൾ നമ്മുടെ രമ്യ ഇത് അതിമനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. രമ്യയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇതും ഒരു ഭാഗ്യമാണ്. അമ്മയും മകളും ഒന്നിച്ച് അഷ്ടപതി പാടുക. നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. രമ്യയെയും മോളെയും ഹസ്ബൻഡിനെയും സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയും കാത്തുരക്ഷിക്കട്ടെ. അടുത്ത നോക്കേ. സാന്ദ്രാനന്ദ പുരന്ദരാദി ദിവിഷത് വൃന്ദൈരമന്ദാദരാ ഉണ്ടോ? വൃന്ദൈരമന്ദാദരാ ദാനമ്രൈർമകുടേന്ദ്ര നീലമണിഭിഹി സന്ദർശിതേ ഇന്ദിന്ദിരം. അതങ്ങനെ വായിക്കേണ്ടത്. ഇന്ദിന്ദിരം സ്വച്ഛന്തം മകരന്ദ സുന്ദരകളൻ മന്ദാകിനി മേതുരം ശ്രീ ഗോവിന്ദ പദാരവിന്ദ മശുഭസ്കന്ദായ വന്ദാമഹേ. അർത്ഥം എഴുതിക്കോ. സാന്ദ്രാനന്ദം അർത്ഥം അതിയായ ആനന്ദം, അതിയായ ആനന്ദം. പുരന്ദരൻ, പുരന്ദരൻ അർത്ഥം ദേവേന്ദ്രൻ, പുരന്ദരൻ അർത്ഥം ദേവേന്ദ്രൻ. പുരന്ദരാദി അർത്ഥം ദേവേന്ദ്രൻ തുടങ്ങിയ, പുരന്ദരാദി ദേവേന്ദ്രൻ തുടങ്ങിയ. ദിവിഷത് വൃന്ദം അർത്ഥം ദേവസമൂഹം, ദിവിഷത് വൃന്ദം ദേവസമൂഹം. അമന്ത, അമന്ത ശക്തമായ, ശക്തമായ. അനമ്രാൻ, ആനമ്രാൻ, ആനമ്രാൻ നമസ്കരിച്ചവൻ, ആനമ്രാൻ നമസ്കരിച്ചവൻ. അത് ബുക്കിൽ ചേർത്ത് എഴുതുമ്പം ദാനമ്രൈർ എന്ന് വരും. ദാനമ്രൈർ അത് പിരിച്ചെഴുതുമ്പോഴാണ് ആനമ്രൻ എന്ന് വരുന്നത്. മകുടം അർത്ഥം കിരീടം. ഇന്ദ്രനീലമണിഭി അർത്ഥം ഇന്ദ്രനീല രത്നങ്ങളാൽ, ഇന്ദ്രനീലമണിഭി അർത്ഥം ഇന്ദ്രനീല രത്നങ്ങളാൽ. സന്ദർശിതേ അർത്ഥം പറ്റിച്ചേർന്നത്, സന്ദർശിതേ പറ്റിച്ചേർന്നത്. ഇന്ദിന്ദിരം, ഇന്ദിന്ദിരം വണ്ട്, ഇന്ദിന്ദിരം അർത്ഥം വണ്ട്. സ്വച്ഛന്തം അർത്ഥം യഥേഷ്ടം, യഥേഷ്ടം. മകരന്ദം പൂന്തേൻ, മകരന്ദം പൂന്തേൻ. സുന്ദരകളൻ അർത്ഥം സുന്ദരമായ. മന്ദാകിനി, മന്ദാകിനി ആകാശഗംഗ. മേതുരം അർത്ഥം മൃദുലമായ. പദാരവിന്ദം അർത്ഥം പാദപത്മങ്ങളെ. അശുഭസ്കന്ദായ അശുഭങ്ങൾ ഇല്ലാതാകാനായി, അശുഭസ്കന്ദായ അശുഭങ്ങൾ ഇല്ലാതാകാനായി. വന്ദാമഹേ നമ്മളെല്ലാം നമസ്കരിക്കുന്നു, വന്ദാമഹേ നമ്മളെല്ലാം നമസ്കരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിയായ ആനന്ദത്തോടു കൂടി
ദേവേന്ദ്രൻ തുടങ്ങിയവരായ ദേവഗണങ്ങൾ അതിയായ ആനന്ദത്തോടു കൂടി ദേവേന്ദ്രൻ തുടങ്ങിയ ദേവഗണങ്ങളുണ്ടല്ലോ, ആ ദേവഗണങ്ങൾ ഭഗവാനെ നമസ്കരിക്കുന്നു. അങ്ങനെ ദേവേന്ദ്രനും ദേവഗണങ്ങളും ഭഗവാനെ നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടങ്ങളിൽ പതിച്ച ഇന്ദ്രനീല രത്നങ്ങളാൽ വണ്ടുകൾ പറ്റിച്ചേർന്നതെന്ന് തോന്നിക്കുന്നത് പോലെ ശോഭിക്കുന്നതും യഥേഷ്ടം ഒഴുകി വരുന്ന പൂന്തേനുകൾ കൊണ്ട് സുന്ദരമായ ആകാശഗംഗയുടെ മൃദുലഭാവം ചേർന്നതുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മങ്ങളെ അശുഭശാന്തിക്കായി നമ്മളെല്ലാം നമസ്കരിക്കുന്നു. ഭഗവാന്റെ പാദപത്മങ്ങളുടെ മഹത്വവും അതോടൊപ്പം രാധാറാണിയുടെ മഹത്വവും ഒന്നിച്ച് മിടുക്കനായ ജയദേവ കവി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഭഗവാന്റെ പാദപത്മങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദേവേന്ദ്രൻ പോലും വണങ്ങുന്നതാണ്. അപ്പൊ ദേവേന്ദ്രന്റെ കിരീടം ഭഗവാന്റെ പാദത്തിൽ തട്ടും. കിരീടത്തിൽ ഇന്ദ്രനീല രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അതിൻ്റെ ശോഭ കൊണ്ട് പാദത്തിൻ്റെ പത്മം മുഴുവനും അങ്ങനെ തിളങ്ങും. അത് നമ്മൾ ശരിക്കും നീലത്താമരയ്ക്ക് ചുറ്റും വണ്ടുകൾ കൂടിയിരിക്കുന്നത് പോലെ തോന്നും. അതുപോലെ പൂന്തേനും വഹിച്ചുകൊണ്ടുവരുന്ന ആകാശഗംഗയുടെ മൃദുലതയും ഭഗവാന്റെ പാദപത്മങ്ങൾക്കുണ്ട്. ആ പാദപത്മങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ അശുഭങ്ങളും ഇല്ലാതായി മാറും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണം. രാധാറാണിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ രാധാറാണിയെ എത്രത്തോളം പുകഴ്ത്താൻ പറ്റുമോ അത്രത്തോളം പുകഴ്ത്തി. ജയദേവ കവി പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയെ പുകഴ്ത്തിയ വാക്കുകൾ വളരെ ഭക്തിയോടുകൂടി ജയദേവ കവി ഓർമ്മിക്കുന്നു. അങ്ങനെ കൃഷ്ണ ഭഗവാൻ രാധാറാണിയെ പുകഴ്ത്തിയ വാക്കുകൾ ഓർക്കുന്ന ആ നിമിഷം രാധാദേവിയുടെ മഹത്വം എന്തെന്ന് ജയദേവ കവിക്ക് ബോധ്യമാകുന്നു. സാക്ഷാൽ ഗോവിന്ദന് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് രാധാറാണി എന്ന് ഇവിടെ വച്ച് ജയദേവ കവിക്ക് ബോധ്യമാകുന്നു എന്ന് സാക്ഷാൽ ജയദേവ കവി സാക്ഷ്യപ്പെടുത്തുന്നു. അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം. ജയദേവ കവി പറയുന്നു, കൃഷ്ണ, അങ്ങയുടെ പാദപത്മങ്ങൾ പ്രേമഭക്തിക്ക് തടസ്സം നീക്കുന്ന എല്ലാ അശുഭങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. കൃഷ്ണന്റെ പാദപത്മങ്ങൾ ആരാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് അവർക്ക് പ്രേമഭക്തി കിട്ടാനുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി എല്ലാ അശുഭങ്ങളും മാറിക്കിട്ടും. അത്രയ്ക്ക് മഹത്വമാർന്നതാണ് ശ്രീകൃഷ്ണന്റെ പാദപത്മം. ഇത് ശ്രദ്ധിച്ചു കേട്ടോളണം. ഇവിടെ എവിടെയാണ് രാധാജിയുടെ മഹത്വം വരാൻ പോകുന്നതെന്ന് പറയാൻ പോവാണ്. അപ്പം ശ്രീകൃഷ്ണന്റെ പാദപത്മം എന്ന് പറയുന്നത് ആരാണോ ആ പാദങ്ങളെ ധ്യാനിക്കുന്നത് അവർക്ക് പ്രണയഭക്തി കിട്ടാനുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. എന്നിട്ട് ജയദേവ കവി പറയുകയാണ്, അങ്ങനെയുള്ള പാദപത്മങ്ങളെ കൃഷ്ണഭക്തരോടൊപ്പവും രാധാഭക്തരോടൊപ്പവും ഞാനും നമസ്കരിക്കുന്നു. പ്രണയഭക്തി കിട്ടാനുള്ള തടസ്സം ഭഗവാനെ മാറ്റിത്തരണേ. ഇവിടെ കൃഷ്ണന്റെ പാദങ്ങളെ താമരപ്പൂവിനോടാണ് താരതമ്യം ചെയ്യുന്നത്. പൂക്കളുടെ പൂമ്പൊടിയും പൂന്തേനും കൊണ്ട് സമ്പുഷ്ടമായി തീർന്ന ആകാശഗംഗ, ആ ആകാശഗംഗയേക്കാൾ മൃദുലമാർന്നതും പരമപവിത്രവുമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ. ശ്രദ്ധിച്ചു കേട്ടോളണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതായത് കൃഷ്ണന്റെ പാദങ്ങളെ താമരപ്പൂവിനോട് താരതമ്യം ചെയ്യുന്നു. അതുകൂടാതെ പൂക്കളുടെ പൂമ്പൊടിയും പൂന്തേനും കലർന്ന ആകാശഗംഗ എത്രമാത്രം മൃദുലമാണോ എത്രമാത്രം പരിശുദ്ധമാണോ അതിനേക്കാൾ മൃദുലവും അതിനേക്കാൾ പരിശുദ്ധവുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ. ഈ പാദങ്ങളെ
ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. സാക്ഷാൽ ദേവേന്ദ്രൻ വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ദേവേന്ദ്രന്റെ കിരീടം കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ തട്ടുന്നു. ആ കിരീടത്തിൽ ഒരുപാട് ഇന്ദ്രനീല രത്നം പതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ദ്രനീല രത്നങ്ങളുടെ എല്ലാം ശോഭ ഭഗവാന്റെ പാദങ്ങളിൽ വന്നങ്ങനെ പതിയും. അപ്പൊ അനേകം രത്നങ്ങളുടെ ശോഭ വന്ന് പതിയുകയാണ്. ആ ശോഭ പതിയുന്ന ഇന്ദ്രന്റെ കിരീടത്തിലെ ഇന്ദ്രനീല കല്ലുകളുടെ ശോഭ പതിയുന്ന ഭഗവാന്റെ പാദപത്മം കണ്ടാൽ തേൻ കുടിക്കാൻ വന്ന അനേകം വണ്ടുകൾ പൊതിഞ്ഞു നിൽക്കുന്ന നീലത്താമര പൂവാണോ എന്ന് തോന്നിപ്പോകും. അപ്പൊ ഭഗവാന്റെ പാദപത്മങ്ങളെ നീലത്താമരപ്പൂ, എങ്ങനെ വണ്ടുകൾ മൂടി നിൽക്കുന്ന നീലത്താമരപ്പൂവാണോ എന്ന് തോന്നിപ്പോകും. ആ നീലത്താമരപ്പൂവാന്ന് തോന്നുന്നത് ഇന്ദ്രനീല രത്നങ്ങളുടെ പ്രകാശം പതിയുന്നത് കൊണ്ടാണ്. അതുപോലെ ഭഗവാന്റെ ഭക്തരുടെ ഹൃദയങ്ങളും ഭഗവാന്റെ പാദത്തിന് ചുറ്റും വട്ടമിട്ട് പറന്ന് ഭഗവാന്റെ മഹത്വങ്ങൾ പാടുന്നു. യോഗിമാര് പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദപത്മങ്ങൾ അവരുടെ ഹൃദയത്തിലേറ്റി അവർ ധ്യാനിക്കുകയാണ്. പ്രണയഭക്തി കിട്ടാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടോളണം. ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ പാദത്തിന്റെ മഹത്വം വളരെ വലുതാണ്. ദേവേന്ദ്രൻ പോലും കിരീടം കൊണ്ടുവന്ന് മുട്ടിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ കിരീടത്തിന്റെ ശോഭ പതിയുന്ന ഭഗവാന്റെ പാദം കണ്ടാൽ വണ്ടുകൾ മൂടിയ നീലത്താമര പൂ പോലെ ശോഭിക്കും. യോഗിമാര് പോലും അവർക്ക് മോക്ഷം കിട്ടുന്നതിന് ഭഗവാന്റെ പാദങ്ങളെയാണ് അവര് ധ്യാനിക്കുന്നത്. അങ്ങനെ മുകുന്ദന്റെ, സാക്ഷാൽ കൃഷ്ണന്റെ പാദങ്ങളുടെ മഹിമ വർണ്ണിക്കാൻ പോലും ആർക്കും കഴിയില്ല. വളരെ ശ്രദ്ധിച്ചോട്ടോണം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളുടെ മഹിമ എത്രയെന്ന് വർണ്ണിക്കാൻ മനുഷ്യ സാധ്യമല്ല. ഇനിയാണ് കവി പറയുന്നത്. കവി നമുക്ക് ആദ്യത്തെ വരിയിലെ ഒരു കാര്യം പറഞ്ഞു. കൃഷ്ണന്റെ പാദങ്ങളുടെ മഹത്വം എന്തെന്നറിയുമ്പോഴാണ് ഞാൻ രാധാറാണിയുടെ മഹത്വം എന്തെന്നറിയുന്നത് എന്ന് ഈ ശ്ലോകത്തിലെ ഒരു വരിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ പാദങ്ങളുടെ മഹത്വം അറിയുമ്പോഴാണ് രാധാറാണിയുടെ പാദത്തിന്റെ മഹത്വം എത്രത്തോളമാണെന്ന് അറിയുന്നത് എന്ന് ജയദേവ കവി പറഞ്ഞതിൻ്റെ കാരണം കേട്ടുകൊള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളുടെ മഹത്വം വർണ്ണിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ആ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയുടെ വിഷമം, രാധാറാണിയുടെ പിണക്കം എങ്ങനെ മാറ്റുമെന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ്. ഭഗവാന് പോലും ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ രാധാറാണിയുടെ മഹത്വം എന്താണ്? മറ്റുള്ളവർ മുഴുവനും, ദേവേന്ദ്രൻ പോലും തൻ്റെ കിരീടം മുട്ടിച്ചു വണങ്ങുന്ന പാദപത്മങ്ങളുള്ള സാക്ഷാൽ മുകുന്ദനാകട്ടെ തൻ്റെ ശിരസ് രാധാറാണിയുടെ പാദങ്ങളിൽ മുട്ടിച്ചുകൊണ്ട് രാധാറാണിയുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന കാഴ്ച കാണുമ്പോൾ ആരാണ് രാധാറാണി, ആർക്കാണ് മഹത്വം കൂടുതൽ എന്ന് നിസ്സംശയം ജയദേവ കവി പറഞ്ഞു വെക്കുകയാണ്. ആലോചിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിലെ സകലരും വന്ന് കൃഷ്ണന്റെ പാദങ്ങളിൽ നമിക്കുമ്പോൾ ആ കൃഷ്ണനാകട്ടെ തൻ്റെ ശിരസ് കൊണ്ടുവന്ന് രാധാറാണിയുടെ പാദത്തിൽ മുട്ടിച്ചിട്ട് രാധാറാണിയുടെ പ്രണയത്തിന് വേണ്ടി കേഴുകയാണ്. രാധാറാണിയുടെ പിണക്കമൊന്നും മാറ്റിയെടുക്കാൻ രാധാറാണിയുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ ഭഗവാനെ ആരാണ് രാധ, ആരാണ് രാധ, ആരാണ് രാധ, ആ മഹത്വം എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ഇവിടെ ജയദേവകവി തീർത്തു പറയുകയാണ്, കൃഷ്ണനേക്കാൾ മഹത്വം രാധയ്ക്കാണ്. കാരണം പ്രപഞ്ചം മുഴുവനും
ശിരസ് നമിക്കുന്ന കൃഷ്ണന്റെ പാദങ്ങൾ, ആ കൃഷ്ണൻ തൻ്റെ ശിരസ് രാധാറാണിയുടെ പാദങ്ങളിൽ മുട്ടിക്കുമ്പോൾ രാധാറാണി തന്നെയാണ് മഹത്വം കൂടുതലുള്ളത്, രാധാറാണി തന്നെയാണ് പ്രപഞ്ചമാതാവെന്ന് ജയദേവ കവി പ്രഖ്യാപിക്കുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും തൻ്റെ ശിരസ് മുട്ടിച്ച് രാധാറാണിയുടെ പാദങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ട് രാധാറാണിയുടെ സ്നേഹം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ആ സാക്ഷാൽ മുകുന്ദൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും വണങ്ങുന്ന, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും തൻ്റെ ശിരസ് ചേർക്കുന്ന ആ രാധാറാണിയുടെ പാദപത്മങ്ങളെ നമിക്കാൻ ഇനി എന്തേ മടിച്ചു നിൽക്കുന്നു? രാധാഭക്തരെ, രാധാ ചാനൽ കാണുന്ന ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഇപ്പൊ തന്നെ നമസ്കരിക്ക്. രാധാറാണി മുന്നിലുണ്ടെന്ന് കരുതി ഇപ്പൊ തന്നെ നമസ്കരിക്ക്. ഇതാ സാക്ഷാൽ മുകുന്ദൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും നമിക്കുന്ന രാധാറാണിയുടെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മേ, രാധാറാണി അമ്മേ, അമ്മയുടെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മയുടെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. എന്നെ ഗോലോകത്തേക്ക് കൊണ്ടുപോണേ, എന്റെ പൊന്നു രാധാറാണി അമ്മേ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹ.